നിങ്ങൾക്ക് എത്ര പേർക്കറിയാം ബ്രൂസിലി നമ്മുടെ ഇന്ത്യയിൽ വന്നിട്ടുള്ള കാര്യം? അതെ, ബ്രൂസിലി ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. ബ്രൂസിന്റെ മനസ്സിൽ ഒരാശയമുണർന്നു. അത് അദ്ദേഹം തിരക്കഥയാക്കി. ആ തിരക്കഥ സിനിമയാക്കാൻ ദി സൈലന്റ് ഫ്ലൂട്ട് എന്ന പേരുമിട്ടു. ദി സൈലന്റ് ഫ്ലൂട്ടിന്റെ തിരക്കഥ പ്രമുഖ ചലച്ചിത്ര നിർമ്മാണ കമ്പനിയായ വാർണർ ബ്രദേഴ്സിന് അയച്ചു കൊടുത്തു. സംഭ്രമജനകമായ ആ കഥ കമ്പനി അധികൃതർക്ക് നന്നേ ബോധിച്ചു. ചിത്രം ഏറ്റെടുക്കുന്നതായി അവർ അറിയിച്ചു. പക്ഷേ ഒരു നിബന്ധന മുന്നോട്ട് വെച്ചു: സിനിമ ഇന്ത്യയിൽ ചിത്രീകരിക്കണം. തുടർന്ന് അനുയോജ്യമായ ലൊക്കേഷനുകൾ കണ്ടെത്താനായി ബ്രൂസും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളായ കോബണും സില്ലിഫന്റും ഇന്ത്യ സന്ദർശിക്കാൻ തയ്യാറെടുത്തു. അങ്ങനെ ദി സൈലന്റ് ഫ്ലൂട്ട് സിനിമയുടെ ആശയം ഉരുത്തിരിഞ്ഞ് 1 വർഷം പൂർത്തിയായതും അവർ മൂവരും മുംബൈയിൽ വിമാനമിറങ്ങി. തുടർന്ന് ന്യൂഡൽഹിയിലേക്ക് യാത്രയായി. അവിടെ നിന്നും ഒരു കാർ വാടകയ്ക്കെടുത്ത് കനത്ത ചൂടിനെ വകവയ്ക്കാതെ അവർ ഹിമാലയത്തിലേക്ക് പോയി. ഇന്ത്യ ഒരു അത്ഭുതമാണെന്ന് ബ്രൂസിന് തോന്നി. വ്യത്യസ്ത സംസ്കാരങ്ങൾ, ഭാഷകൾ, ഭൂപ്രകൃതി, കാലാവസ്ഥ, ആഹാര രീതി, വസ്ത്രധാരണം, വിശ്വാസങ്ങൾ, അങ്ങനെയെല്ലാം ഈ മണ്ണിൽ കാവ്യാത്മക ഇഴചേർന്നിരിക്കുന്നതായി ബ്രൂസ് മനസ്സിലാക്കുകയായിരുന്നു. എങ്കിലും തങ്ങൾ രൂപപ്പെടുത്തിയ കഥയ്ക്ക് ചേർന്ന പശ്ചാത്തലമല്ല ഭാരതമെന്ന് കോബണും സില്ലിഫന്റും തിരിച്ചറിഞ്ഞു. എന്നാൽ ഹോങ്കോങ്ങിനും വെസ്റ്റ് കോസ്റ്റിനും പുറത്തേക്ക് കാര്യമായി യാത്ര ചെയ്തിട്ടില്ലാത്ത ബ്രൂസിന് ഹിമാലയ താഴ്വരങ്ങളിലെ ചിത്രീകരണ വേളയിൽ സംഭവിക്കാവുന്ന വൈഷമ്യങ്ങളെപ്പറ്റി മുൻകൂട്ടി കാണാൻ കഴിഞ്ഞില്ല. കഥയ്ക്ക് യോജിച്ച കൂടുതൽ ലൊക്കേഷനുകൾ ഇന്ത്യയിൽ തന്നെ കണ്ടെത്താമെന്ന് ബ്രൂസ് ശഠിച്ചു. ഏതാനും നാളുകൾ ഉത്തരേന്ത്യയിൽ തങ്ങിയ അവർ മദ്രാസിലേക്ക് വിമാനം കയറി. ഇന്ത്യയുടെ 4 ദിക്കുകളിലൂടെയും യാത്ര ചെയ്ത ആ മൂവർ സംഘം ഒടുവിൽ നിരാശയോടെ അമേരിക്കയിലേക്ക് തിരികെ പോകാൻ തീരുമാനിച്ചു. അവരുടെ ഇന്ത്യൻ പര്യടനം ഒരു പരാജയമായി മാറി.